ആൾമാറാട്ടം നടത്തി എം.എൽ.എ ആശ്രിത പെൻഷൻ വാങ്ങുന്നതായ വ്യാജ വാർത്തയ്ക്കെതിരെ ഏതറ്റം വരെയും നിയമപോരാട്ടമെന്ന് പി.കെ. ശ്രീമതി. വാർത്ത ചെയ്തവർക്ക് എന്തു പറഞ്ഞാലും മാപ്പില്ല. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിക്കഴിഞ്ഞു. വാർത്ത നൽകിയ പലരും വിളിച്ചു, കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞു. കോൺഗ്രസ് ബി.ജെ.പി. നേതാക്കളടക്കം വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നതായും പി.കെ. ശ്രീമതി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻ എം.എൽ.എയുടെ ഭാര്യ എന്ന നിലയിൽ പി.കെ. ശ്രീമതി പെൻഷൻ വാങ്ങി എന്ന തരത്തിലാണ് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും സായാഹ്ന പത്രവും വാർത്ത നൽകിയത്. ഇതിനെതിരെ വൈകാരികമായി പി.കെ. ശ്രീമതി സംസാരിച്ചിരുന്നു. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലെത്തിയ പി.കെ. ശ്രീമതിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ വികാരനിർഭരമായ വരവേൽപ്പ് നൽകി. നിങ്ങളുടെ പിന്തുണയാണ് തന്റെ കരുത്തെന്ന് പി.കെ. ശ്രീമതി അവരോട് പറയുകയും ചെയ്തു. വ്യാജ വാർത്ത കൊടുത്തവർക്ക് എന്തു പറഞ്ഞാലും മാപ്പില്ലെന്ന് പി.കെ. ശ്രീമതി മാധ്യമങ്ങളോട് പറഞ്ഞു. മാനനഷ്ട കേസുമായി മുന്നോട്ടു പോകും. വാർത്ത നൽകിയവർ പലരും വിളിച്ചു, കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ആർക്കും ഇത്തരത്തിലുള്ള ഒരു ഗതി വരാതിരിക്കാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. മാപ്പ് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഇതിൽ മാപ്പില്ല. ഞാൻ കേസിൽ മാപ്പ് പറഞ്ഞു. പക്ഷെ ഈ കേസിൽ ഞാൻ ഒരു തരത്തിലും ഇപ്പം തന്നെ ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ചു, ഒരു പെൺകുട്ടി വിളിച്ചു, സംസ്ഥാനം ഞാൻ ടീച്ചറുടെ കാലിന് വീഴാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇതെല്ലാം തീരുമാനിച്ച് ആയിപ്പോയി. ഇനി എനിക്ക് നീ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസ്സിൽ അലിവ് തോന്നൂല. അതുകൊണ്ട് അല്ല, ഇനി ടീച്ചർ നിയമപരമായിട്ട് എടുത്തോളൂ. പക്ഷേ ഞാനല്ല, ഇപ്പം പുതുതായിട്ട് വന്ന പെൺകുട്ടിയാണ് അങ്ങനെയെല്ലാം പറഞ്ഞു പോയത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ മറക്കാം. പക്ഷേ നിയമത്തിൻ്റെ മുൻപിൽ നിയമപരമായിട്ട് പോകുന്ന കാര്യത്തിൽ ഇനി ഒരു സഹോദരിക്കും ഏത് പാർട്ടിയിലാവട്ടെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പരാതിയുമായി മുന്നോട്ടു പോകണമെന്നാണ് CPM-ഉം തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് പി.കെ. ശ്രീമതി വ്യക്തമാക്കി. കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും നേതാക്കൾ വരെ വിളിച്ച് പിന്തുണ അറിയിച്ചു. അല്ല, പലരും ഇന്ന് ഞാൻ വരുമ്പോൾ എന്നോട് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉടനെ തന്നെ അത് നിങ്ങൾ തിരുത്തിയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം പാലോട് രവി ഇപ്പം വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. നിരവധി നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്തിനേറെ ബി.ജെ.പിയുടെ നേതാക്കന്മാരും വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തന്നെ വേട്ടയാടി. മകന്റെ പേരിൽ വരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആർക്കും ആരെയും അപമാനിച്ചുകൊണ്ട് എന്തും വിളിച്ചു പറയാം എന്ന സ്ഥിതി ഉണ്ടാകരുത്. ഇതിന് കർശനമായി നിയന്ത്രണം ഉണ്ടാകണമെന്നും പി.കെ. ശ്രീമതി ആവശ്യപ്പെട്ടു. ഈ നിയമപോരാട്ടം അവസാനിപ്പിക്കരുതെന്നാണ് തങ്ങളുടെയും അഭിപ്രായമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N. സുകന്യയും പറഞ്ഞു. ഞങ്ങളുടെ ആരുടെയും മനസ്സലിയൂല, അതിൽ യാതൊരു സംശയമില്ല. ഓരോ ഒത്തുതീർപ്പിനും ഇനി നമ്മളില്ല. കാരണം ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത്രയും നീചമായിട്ടുള്ള ആക്രമണം, ടീച്ചറോട് പറഞ്ഞ പോലെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ കാര്യത്തിലാണ് വളരെ ബോധപൂർവമുള്ള ഈ ഒരു ഇതിനെ മാധ്യമപ്രവർത്തനം എങ്ങനെ വിളിക്കുക? നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, അപ്പോൾ ഇതിനെ മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനും ടീച്ചർ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങളും കൂടി ഉറപ്പ് പറയുകയാണ്. നിയമ നടപടി അതിൻ്റെ വഴിക്ക് തന്നെ പോകണം. അതിൽ ഏറ്റവും കനത്ത ശിക്ഷ ഇവർക്ക് കിട്ടണം. എന്നാലേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കൂ. സൈബർ ആക്രമണം നടത്തുന്ന എല്ലാവർക്കുമുള്ള പാഠമായിരിക്കണം ഈ നിയമ പോരാട്ടമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി.കെ. ശ്യാമളയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.